നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും കൊണ്ട് പഴവും ചേർത്ത് നല്ലൊരു 4 മണി പലഹാരമാണ്. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയായി ഇത് തയ്യാറാക്കുന്നതൊക്കെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ഗോതമ്പ് പൊടിയും 2 ഏത്തപ്പഴവും 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. ശർക്കര ഒന്ന് പാനിയാക്കി വെക്കാം. ഈ പാനി തണുത്ത് വരണം. അതുകൊണ്ട് ആദ്യമേ നമുക്ക് ആ സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് വയ്ക്കാം. ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അത് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇതേപോലെ കല്ലും കട്ടയൊക്കെ കാണും, അതുകൊണ്ട് നമ്മൾ അരിച്ച് തന്നെ എടുക്കണം. ഇനി ഈ പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ 2 പഴം മുഴുവനും എടുക്കുന്നില്ല, വലിയ പഴമായതുകൊണ്ട് ഒരു 1.5 പഴമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കീറി വെച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. പഴമെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഉണ്ട്, ഇത് നമുക്ക് മൂപ്പിച്ചു കൊടുക്കാം. കുറച്ച് കിസ്മിസ് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കോരി മാറ്റുവാണ് നമ്മൾ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിലെ കുട്ടികൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളില്ലേ, അപ്പം നമ്മൾ ഇതേപോലെ ഒരു 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരിത് കഴിക്കും. ഇതിനകത്ത് പഴം ചേർന്നിട്ടുണ്ടെന്നൊന്നും അവരറിയില്ല, അപ്പോൾ അവരിത് കഴിക്കുകയും ചെയ്യും. ഈ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് ഒത്തിരി പഴുത്ത പഴമല്ല കിട്ടിയത്, പഴുത്തതാണ്, എന്നാലും നന്നായിട്ട് പഴുത്തിങ്ങനെ തൊലിയൊക്കെ കറുത്ത പഴമാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകും. അത് നന്നായിട്ട് പഴുത്തായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി ഒരു 2-3 മിനിറ്റ് പിടിക്കുമെന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പഴമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കൊണ്ട് തവി കൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചിരവി എടുക്കണം നമ്മൾ. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ്. 3 ഏലയ്ക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ പൊടിച്ചതാണ്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ഉരുകി മെൽറ്റായി വരുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ചേരും. ഇതെല്ലാം കൂടെ കൂടി വന്നപ്പോൾ തന്നെ നല്ലൊരു വാസനയുണ്ട്. നമ്മൾ നല്ല ജീരകവും ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തില്ലേ, ആ നെയ്യും ഏത്തപ്പഴവും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ്. ഇപ്പോൾ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കുട്ടികൾക്ക് തന്നെയല്ല, മുതിർന്നവർക്ക് എല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടപ്പെടും. 4 മണിക്ക് നമുക്കൊരു ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാം, രാവിലെ ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാവുന്നതാണ്.
ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങോട്ട് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. അരക്കിലോ ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ശർക്കര പാനിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരക്കിലോ ഗോതമ്പ് പൊടിക്ക് 400 ഗ്രാം ശർക്കരയാണ് നമ്മൾ പാനിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മളിത് കലക്കി വരുമ്പോൾ വെള്ളം പോരുന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടിത് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. നമുക്കിനി ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശമാവ് ഇഡലി മാവ് പരുവമില്ലേ, ആ പരുവത്തിലേ നമ്മളിത് കുഴച്ചെടുക്കാവുള്ളൂ. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. നമ്മുടെ പൊടിയെല്ലാം ഇതേ പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് എല്ലായിടും ചേരണം. നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. നമ്മളെല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എല്ലായിടത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കാം. നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ആവിയിൽ വേവിക്കുന്ന പലഹാരമല്ലേ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാമല്ലോ. നമ്മൾ കുട്ടക അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ബാറ്ററിൻ്റെ പകുതിയോളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വെച്ച് മൂടി ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സില്ലേ, അത് ഇതിൻ്റെ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ താന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ അന്നേരം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിനടിയിലുണ്ട്, അതൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. എന്നാൽ ഇത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് മേളിൽ ഓരോന്ന് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. നമ്മൾ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് മൂടി വയ്ക്കാം. 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ കുട്ടികളൊക്കെ
സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കുട്ടികൾക്കത് ഇഷ്ടപ്പെടും. നമ്മളിതിനകത്ത് സോഡാക്കാരോ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അങ്ങനെയൊന്നും എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാകുന്ന പലഹാരങ്ങൾക്ക് ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ. അപ്പോൾ നമ്മൾ അതൊന്നും ചേർക്കാതെ നന്നായിട്ട് നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ബ്രേക്ക്ഫാസ്റ്റുമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റുമാണ്, വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ പുറവശമൊക്കെ കണ്ടില്ലേ, കണ്ടില്ലേ, നല്ല കാണാൻ തന്നെ നല്ല ഒരു ചന്തമില്ലേ. കേക്കാണെന്ന് പറഞ്ഞൊക്കെ നമുക്ക് കുട്ടികളെ പറ്റിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. കണ്ടില്ലേ, ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന് അറിയാമോ. മുറിച്ച് കാണിക്കാം ഒന്നുകൂടെ. ഇതിനകത്ത് പഴവും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഹെൽത്തി 4 മണി പലഹാരം. ഗോതമ്പ് പൊടിയും പഴവും, ഏത് പഴവും ആകാം, ഏത്തപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴവും. അതേപോലെ നട്ട്സൊന്നും ഇല്ലെങ്കിലും വേണ്ട, നമ്മുടെ വീട്ടിലൊരല്പം നെയ്യും പഴവും ചക്കരയും ഗോതമ്പ് പൊടിയും ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഒന്നും നിങ്ങൾ ചേർക്കണ്ട, നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ഇവിടെ റെഡിയായി. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു 4 മണി പലഹാരം ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നല്ല വീഡിയോയുമായി കാണാം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഇനിയും നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്